അന്താരാഷ്ട്ര നയതന്ത്ര സുരക്ഷാ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റും ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള വാക്പോര് പുതിയൊരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ ഇറാൻ ഭരണകൂടത്തെ അതിരൂക്ഷമായ ഭാഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക്ഷേപിച്ചതാണ് നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമായത്. ഈ പുതിയ സംഭവ വികാസം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി. ഇറാന്റെ ഭരണാധികാരികൾ വെറും അഴുക്കുകളും തിന്മയുടെ രൂപങ്ങളും തലയ്ക്ക് വെളിവില്ലാത്ത ഭ്രാന്തന്മാരുമാണെന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. ഒരു വലിയ അന്താരാഷ്ട്ര വേദിയെ സാക്ഷി നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ ഈ വിവാദ പ്രസ്താവന ആഗോള സുരക്ഷാ വൃത്തങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ അധിക്ഷേപങ്ങൾക്ക് തൊട്ടു പിന്നാലെ അതിശക്തമായ ഭാഷയിലുള്ള മറുപടിയുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി രംഗത്തെത്തി. അമേരിക്കയുടെ ഇത്തരം അശ്ലീലവും തരം താണതുമായ വാക്കുകളോട് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ടെഹ്റാനിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. വാക്കുകൾ കൊണ്ടുള്ള അശ്ലീലതയ്ക്ക് തങ്ങൾ മറുപടി നൽകുക വാക്കുകളാലല്ല, മറിച്ച് യുദ്ധക്കളത്തിലെ ശക്തമായ സൈനിക നടപടികളിലൂടെ ആയിരിക്കുമെന്ന അറാഖ്ചിയുടെ മുന്നറിയിപ്പ് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ കടുത്ത വാക്പോരുകൾ കേവലം പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറിച്ച് മിനിറ്റുകൾക്കകം യുദ്ധക്കളത്തിലേക്ക് പടരുകയും ചെയ്തു. ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കൻ വ്യോമസേന വീണ്ടും കനത്ത ബോംബാക്രമണം ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ വ്യോമാക്രമണങ്ങൾ മേഖലയിൽ നിലനിന്നിരുന്ന അതീവ ദുർബലമായ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അങ്കാറ ഉച്ചകോടിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു നിർണായക പ്രഖ്യാപനവും കൂടി നടത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ ഔദ്യോഗികമായി അവസാനിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു. ഈയൊരു ചർച്ചയിലൂടെ ഇറാനുമായി നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന എല്ലാ മുൻകാല കരാറുകളും ലംഘിച്ച ചരിത്രമാണ് ടെഹ്റാനുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളുടെ വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞു. ഇറാൻ അന്താരാഷ്ട്ര ധാരണകളും സമാധാന കരാറുകളും ആവർത്തിച്ച് ലംഘിക്കുകയാണെന്നാണ് വാഷിംഗ്ടണിന്റെ പ്രധാന ആരോപണം. കടൽപാതകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ വീഴ്ച വരുത്തിയെന്നും തങ്ങളുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുന്നത് തുടരുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളെ തങ്ങളുടെ സൈനിക കരുത്ത് ഉപയോഗിച്ച് തന്നെ നേരിടുമെന്നാണ് പെന്റഗണിന്റെ നിലപാട്. അമേരിക്കയുടെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണൽ കപ്പൽ പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ കൈകളിലാക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ തകർക്കാൻ തങ്ങൾക്ക് ഈ ഒരു കടൽപാത മാത്രം മതിയെന്നാണ് ഇറാന്റെ സൈനിക തന്ത്രം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള നയതന്ത്ര സൈനിക ഏറ്റുമുട്ടൽ ആഗോള വിപണിയെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ട്രംപിന്റെ പ്രഖ്യാപനവും പുതിയ ബോംബാക്രമണ വാർത്തകളും പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ക്രമാതീതമായി കുതിച്ചുയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടാൽ ലോകമെമ്പാടും കടുത്ത ഊർജ്ജ പ്രതിസന്ധിയും വലിയ വിലക്കയറ്റവും ഉണ്ടായേക്കാം. നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലും ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ യുദ്ധപ്രഖ്യാപനം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളുടെ പരിധിയിൽ വരുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ കടുത്ത നീക്കങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. അമേരിക്കയുടെ യുദ്ധാവേശത്തിനൊപ്പം നിൽക്കുന്നത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക പല യൂറോപ്യൻ നേതാക്കളും പരസ്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്കയുടെ യുദ്ധാവേശത്തിനൊപ്പം നിൽക്കുന്നത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക പല യൂറോപ്യൻ നേതാക്കളും രഹസ്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. മേഖലയിലെ പ്രമുഖ ശക്തിയായ ഇസ്രയേൽ അമേരിക്കയുടെ ഈ പുതിയ നിലപാടിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ സൈനിക ശേഷിയെ തകർക്കാൻ അമേരിക്ക കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. ഇതേ സമയം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നോ ലെബനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളിൽ നിന്നോ ഉണ്ടാകാനിടയുള്ള മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇറാൻ ഭരണകൂടത്തെ ട്രംപ് വ്യക്തിപരമായി അധിക്ഷേപിച്ച നടപടി ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ഐക്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ രാജ്യം ഒട്ടും പിന്നോട്ടില്ലെന്ന സന്ദേശം നൽകാൻ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച അമേരിക്കൻ നടപടിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന ഇറാന്റെ മത നേതാക്കളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി പല ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പുതിയൊരു സമാധാന ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇരുപക്ഷവും പൂർണ്ണമായ യുദ്ധസന്നദ്ധയിലാണ് ഇപ്പോഴുള്ളത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഗൾഫ് മേഖലയിൽ വലിയ സൈനിക തിരിച്ചടികൾ ഉണ്ടായേക്കാമെന്നാണ്.
അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മുൻപ് നടത്തിയതുപോലെയുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ വീണ്ടും ആസൂത്രണം ചെയ്യുന്നതായാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. ഗൾഫ് രാജ്യങ്ങളിലുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹവും ഈ പെട്ടെന്നുള്ള സാഹചര്യങ്ങളിൽ കടുത്ത ആശങ്കയിലാണ്. യുദ്ധം കനക്കുകയും വ്യോമപാതകൾ അടയ്ക്കപ്പെടുകയും ചെയ്താൽ അത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയും തൊഴിലിനെയും നേരിട്ട് ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ ഉൾപ്പെടെയുള്ള സ്ഥിതി ചെയ്യുന്ന അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അങ്കാറ ഉച്ചകോടിയിലെ വാക്കേറ്റവും അതിനു പിന്നാലെ ഉണ്ടായ വ്യോമാക്രമണങ്ങളും പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീവ്രത ഇരട്ടിയാക്കിയിരിക്കുകയാണ്. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടുകയും തോക്കുകളും മിസൈലുകളും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്ത ഈ അവസ്ഥ ലോകത്തെ ഒരു വലിയ വിപത്തിലേക്കാണ് നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങളായിരിക്കും ലോകം ഒരു മൂന്നാം മഹായുദ്ധത്തിലേക്ക് നീങ്ങണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുക.